വോളിയം ബ്രേക്ക്ഔട്ട്സ് ആണ് നമ്മളിന്ന് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടൂളുകൾ നമ്മൾ എക്സൽ ഷീറ്റിൽ നമ്മൾ കണ്ടു. ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്യുന്നത്, പിന്നെ ഇൻഡെക്സുകൾ, ഇൻഡൈസസ് ഒക്കെ നമ്മൾ എല്ലാ എക്സൽ ഷീറ്റിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മളൊരു എക്സൽ ഷീറ്റിലാണ് ഈ വോളിയം ബ്രേക്ക്ഔട്ട്സുകളും നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വോളിയം ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ പെട്ടെന്ന് കുറേ വോളിയം സഡൻലി കൂടുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ അത് ബ്രീച്ച് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, പ്രൈസ് കൂടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു വോളിയം ബ്രേക്ക്ഔട്ട് അതിലുണ്ടായെന്ന് പറയാം, നല്ല ട്രേഡിംഗ് വോളിയം ഉണ്ടെങ്കിൽ. അതല്ല, ഇപ്പോൾ അധികം വോളിയം ഒന്നും ഇല്ലാതെ ഇങ്ങനെ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പോയ സ്പീഡിൽ തന്നെ അത് മിക്കവാറും താഴേട്ട് വരാൻ ചാൻസ് ഉണ്ട്. സപ്പോർട്ട് അതുപോലെ തന്നെ വലിയ വോളിയത്തോടുകൂടി സപ്പോർട്ട് ലെവൽ ബ്രീച്ച് ചെയ്ത് താഴേക്ക് സ്റ്റോക്ക് പോയെന്നിരിക്കട്ടെ, അതൊരു ബ്രേക്ക്ഔട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ അതിലെന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വാർട്ടർലി റിട്ടേൺ എന്തെങ്കിലും മോശമായിട്ടോ എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് ഈ ഒരു എക്സൽ ഷീറ്റിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഹൈ ട്രേഡിംഗ് വോളിയം എപ്പോഴും ഒരു സ്ട്രെങ്ത് ആണ് ഒരു സ്റ്റോക്കിൻ്റെ കാണിക്കുന്നത്. അതുപോലെ പ്രൈസ് കൂടി റെസിസ്റ്റൻസ് ബ്രീച്ച് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് കാണുന്നത്. അപ്പോൾ സപ്പോർട്ട് ബ്രീച്ച് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അതൊരു സ്ട്രെങ്ത് അല്ല, ഒരു സെല്ലിംഗ് മൂഡിലാണ്. അല്ലെങ്കിൽ അത് ഹൈ വോളിയത്തോടു കൂടി വരുമ്പോൾ എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിട്ടാണ് അത് പോകുന്നത് നോക്കാം. ഒരു വാലിഡ് വോളിയം ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് മൂവ് ചെയ്യും മുകളിലോട്ട്, അതുപോലെ സപ്പോർട്ട് ഇപ്പം പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ അത് ബ്രീച്ച് ചെയ്ത് മുകളിലോട്ട് പോകും. അതല്ല, ഒരു നെഗറ്റീവ് ന്യൂസിലാണ് എങ്കിൽ നല്ല വോളിയത്തോടു കൂടി തന്നെ അതിൻ്റെ സപ്പോർട്ട് ബ്രീച്ച് ചെയ്തിട്ട് അത് താഴേക്ക് വരികയും ചെയ്യും. അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരു ആവറേജ് വോളിയത്തിലാണ് എപ്പോഴും സ്റ്റോക്കുകളെല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എബോ ആവറേജ് വോളിയം വരുമ്പോൾ, അതായത് ഇപ്പം ആവറേജ് വോളിയത്തിൽ നിന്നും ഇന്നത്തെ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ വളരെ കൂടുതൽ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കമ്പയർ ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും മാർക്കറ്റിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ടെക്നിക്ക്. ഇതിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ മുകളിലോട്ടോ താഴോട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഏകദേശം എന്തായിരിക്കും, അത് നമുക്ക് വിശ്വസിക്കാവുന്നതാണോ, അതോ അതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നോ, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് സൂക്ഷ്മമായിട്ട് ചെയ്യുമ്പം ഈ പ്രൈസ് ഒരു ദിവസത്തെ അല്ല, 3 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ അല്ലെങ്കിൽ 15 ദിവസത്തെയൊക്കെ ആവറേജ് വോളിയം നമുക്ക് നമ്മുടെ ഡാറ്റയുണ്ട്, അതിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടൊക്കെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കും ഇത് റിയലി ഉള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഈ വോളിയം ഷോക്കിംഗ്, ഈ വോളിയത്തിൻ്റെ മൂവ്മെൻറ്റ് അത് നമുക്ക് അനുകൂലമായിട്ട് വരാവുന്നതാണോ അതോ പ്രതികൂലമായിട്ട് വരുന്നതാണോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസസ്, ഓൺ ബാലൻസ് വോളിയം, അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ അനദർ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഒന്നുകൂടി ഇത് കൺഫേം ചെയ്യുന്നത്. പിന്നെ എല്ലാ വോളിയം സ്ട്രൈക്കും ഇപ്പം കുറച്ച് വോളിയം കൂടി പെട്ടെന്ന് അത് കുറച്ചൊരു ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്താവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അത് എന്ന് പറഞ്ഞ് നമ്മൾ കയറി പെട്ടെന്ന് ബൈ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ലോസൊക്കെ വരാം. അതുപോലെ പെട്ടെന്ന് താഴോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ സഡൻലി വെട്ടി കഴിഞ്ഞിട്ട് അത് തിരിച്ച് ശക്തമായിട്ട് കയറുമ്പോൾ നമുക്ക് അത് മിസ്സാവും, ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവുകയും ചെയ്യും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പിന്നെ നമ്മൾ ഈ ബ്രേക്ക്ഔട്ട് അനലൈസ് ചെയ്യുമ്പോൾ എക്സൽ ഷീറ്റ് ഇതുപോലെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ഹൈ ലോ ക്ലോസ് LTP ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ്, ചേഞ്ച് പെർസെൻറ്റേജ്. പിന്നെ ഇത് ആവറേജ് ഡെയിലി വോളിയം, പിന്നെ പെട്ടെന്ന് ഇന്ന് ഈ പർട്ടിക്കുലർ ട്രേഡിംഗ് സെഷനിലുള്ള വോളിയങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് കണക്കൂടുന്നത്. അപ്പോൾ നമുക്കൊരു എക്സൽ ഷീറ്റിൽ തന്നെ നമുക്ക് നോക്കാം, ലൈവായിട്ട് നമുക്ക് നോക്കാം. പോസിറ്റീവ് ബ്രേക്ക്ഔട്ടുകളും നെഗറ്റീവ് ബ്രേക്ക്ഔട്ട്, വോളിയം ഷോക്കേസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതെല്ലാം എക്സൽ ഷീറ്റിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സൽ ഷീറ്റ് കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് NSE വോളിയം ഡാറ്റ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഈ സെഗ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് 20 ഗെയിനേഴ്സ് ലോസേഴ്സ്, മോസ്റ്റ് ആക്റ്റീവ് എക്വിറ്റീസ്,
ഇവിടെ നമുക്ക് ഇവിടെ വോളിയം ഗെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് ഇവിടുന്ന് ഈ ഡാറ്റ കാണാൻ പറ്റും NSE കേസിൽ. അതുപോലെ തന്നെ നമ്മൾ BSE ആണെങ്കിൽ ടോട്ടൽ വോളിയം ഓൾ മാർക്കറ്റ് ഈ സെഗ്മെൻറ്റ് നമുക്ക് നോക്കാമെങ്കിൽ ഇവിടെ ടോപ്പ് വോളിയം സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടോപ്പ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ടേൺ ഓവർ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് നോക്കാൻ പറ്റും. ടോപ്പ് വോളിയം വെച്ചിട്ടൊന്ന് സബ്മിറ്റ് ചെയ്താൽ മതി, എന്നാലും നമുക്കത് കാണാൻ പറ്റും. ഇത് എല്ലാ സെഗ്മെൻറ്റിലെയും വരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് സസ്പെൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്യണം. ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ മതി. എക്സൽ ഷീറ്റിൽ നമുക്ക് നോക്കാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ പോസിറ്റീവ് ബ്രേക്ക്ഔട്ട്സ് നോക്കാം ആദ്യം. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ഹൈ ലോ എല്ലാം ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആവറേജ് ഒരു ഡെയിലി വോളിയം സ്റ്റോക്കിൻ്റെ ഉണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വോളിയമായിട്ട് കമ്പയർ ചെയ്യും. ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 15 ദിവസത്തെയൊക്കെ വോളിയമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി കുറേ കൂടെ കോളംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിട്ടിട്ട് അതിലും കമ്പയർ ചെയ്യും. അതിന് ശേഷമാണ് ഡിസിഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ റിഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പം കാണാം. ഇപ്പോൾ ഇന്നത്തെ പോസിറ്റീവ് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പോസിറ്റീവ് വോളിയം ഷോക്കേഴ്സ് നമുക്ക് നോക്കാം. ആ കേസിലും ഇതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണ് അതും. ആവറേജ് അതിൻ്റെ വോളിയം നമ്മൾ കമ്പയർ ചെയ്യുന്നു, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ ഇന്നത്തെ വോളിയമായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഡേയിലെ വോളിയമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. പലരും പല രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിഫ്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് പ്രൈസ് എല്ലാം. പിന്നെ നെഗറ്റീവ് ബ്രേക്ക്ഔട്ട്സ് ഉണ്ട്, അതിലും ഇതുപോലെ തന്നെ ആ സ്റ്റോക്കുകളെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലറിയാം നമുക്ക് നെഗറ്റീവ് ബ്രേക്ക്ഔട്ട്സ് ഇവിടെ കാണാം. ഇതിൽ പെർസെൻറ്റേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് താഴോട്ട് പോയേക്കുന്ന സ്റ്റോക്കുകളെങ്കിൽ അത് ഇവിടെ നമുക്കൊരു ഫിൽറ്റർ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫിൽറ്റർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആ സെഗ്മെൻറ്റ് അതുപോലെ സെലക്ട് ചെയ്യാമെങ്കിൽ നമുക്കത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഏത് രീതിയിലാണ് ഇത് ഫ്ലെക്സിബിൾ ആവും. അതുപോലെ നമ്മൾ നമ്മൾ ഇൻഡെക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മളിവിടെ ബൈ ആൻഡ് സെൽ ഓർഡറൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് ഓർക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. സെക്ടോറിയൽ ഇൻഡെക്സിനൊക്കെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സിഗ്നൽ ജനറേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അത് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പം പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് കണ്ടു, പിന്നെ പോസിറ്റീവ് വോളിയം ഷോക്കേഴ്സ് കണ്ടു, നെഗറ്റീവ് ബ്രേക്ക്ഔട്ട്സ് അത് റിഫ്രഷ് ചെയ്യുക, അത് കണ്ടല്ലോ നമ്മൾ. ഇനി നമുക്ക് വോളിയം ഷോക്കേഴ്സ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വോളിയം ഷോക്കേഴ്സ് കാണാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിലും കാണാം. ഇത് എന്തുവാ നെഗറ്റീവ് വോളിയം ഷോക്കേഴ്സ് എന്ന് പറയാൻ കഴിയുമ്പോൾ ഐഡിയ കേസിൽ എടുക്കാമെങ്കിൽ ആവറേജ് ഇതിൻ്റെ വോളിയം ഇതാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പർട്ടിക്കുലർ ഇന്നത്തെ ദിവസത്തിൻ്റെ വോളിയം വളരെ കുറവാണ്. അപ്പോൾ ഒരു വോളിയം കുറഞ്ഞേക്കാണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ടൂളുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.